പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എവിടെ പോകാനെന്നറിയാവോ? സ്കൂളിൽ പോകണം. ക്ലാസ്സൊന്നും തുടങ്ങിയില്ല, ഇനിയുണ്ട് വെക്കേഷൻ തീരാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളും യൂണിഫോമും ഒക്കെ കിട്ടുന്ന ദിവസമാണ് ഇന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സ്കൂളിലേക്ക് പോവുകയാണ്. ദേവൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ അവിടെ എങ്ങാനും ഇരുത്തുമോ എന്ന്. അപ്പം ഞങ്ങൾ ചുമ്മാ പറഞ്ഞു നിന്നെ ഇരുത്തിയേക്കാം, വൈകുന്നേരം വന്ന് കൊണ്ടുവരാമെന്നൊക്കെ. അപ്പോൾ ആൾ പെട്ടെന്നങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. ഇച്ചൂട്ടന് ആ പ്രശ്നമൊന്നുമില്ല. സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നപ്പം സ്കൂൾ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ എത്തി. ടെക്സ്റ്റ് ബുക്കുകളും യൂണിഫോമും അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ. വീട്ടിൽ വന്ന പാടെ തന്നെ പിന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നേ. തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് വെച്ചുകൂടാൻ സമ്മതിക്കത്തില്ല. അവൻ ഇപ്പം തന്നെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നും മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമോ. അതേകൂട്ടൻ ആ സമയത്ത് ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടോ. പക്ഷെ പറയുന്നുണ്ടായിരുന്നു അവൻ വന്നിട്ടേ അതൊക്കെ നോക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അധികം പിന്നെ ഞാൻ എല്ലാം ഒന്നും തുറന്ന് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ആ പുസ്തകം ഇപ്പം തന്നെ അത് അഴുക്കൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ അവർ വേഗത്തിൽ മറിക്കുമ്പോൾ കീറുകയൊക്കെ ചെയ്യില്ലേ. അങ്ങനെ കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ മലയാള പാഠാവലി കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസം തോന്നിയേ. നമ്മൾ പഠിച്ചപ്പോൾ ഈ മലയാളം പുസ്തകം തുറക്കുന്നതും അങ്ങനെയൊക്കെ ഒരു ഓർമ്മ വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഇഷ്ടമാണ്, എന്നാലും മലയാളം പാഠാവലി കണ്ടപ്പോഴത്തേനൊരു ഭയങ്കര ഇഷ്ടം. അയ്യോ പറയാൻ മറന്നു കേട്ടോ, വിച്ചൂട്ടൻ ഇനി 3ാം ക്ലാസ്സിലേക്കാണ്, ദേവൂട്ടൻ ഇനി UKG-യിലേക്കാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പേരൻസ് ഇങ്ങനെ പറയുമായിരുന്നല്ലോ, ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്നത്, സ്കൂൾ തുറന്നു ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അടയ്ക്കുമെന്ന് പറയുമ്പം മനസ്സിൽ കരുതുമായിരുന്നു പിന്നെ ഇതെങ്ങനെയാണ് പെട്ടെന്ന് അടയ്ക്കുന്നത്, ഓരോ ദിവസവും ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണെന്നറിയാൻ മേല എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. ഇപ്പം അതേ ഇതിലാണ് ഞാനും വിചാരിക്കുന്നത് കേട്ടോ. സ്കൂൾ തുറന്നു, പിന്നെ പെട്ടെന്ന് തന്നെ ഓണപ്പരീക്ഷയായി, ക്രിസ്മസ് പരീക്ഷയായി, പിന്നെ വെക്കേഷനായി. ആ ഒരിതിൽ ഇപ്പം നമുക്കും അങ്ങനെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പിള്ളേർക്ക് പയ്യെ ആയിരിക്കും ദിവസങ്ങൾ പോകുന്നതായിട്ട് തോന്നുന്നത്. അങ്ങനെ ദേവൂട്ടൻ ഊണൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൻ്റെ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം കാണിക്കുവാണ്. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ദേവൂട്ടന് UKG-യിൽ തന്നെ ഹിന്ദി ഉണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ആ ഹിന്ദി ടെക്സ്റ്റൊക്കെ എടുത്തപ്പം അയാളുടെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അമ്മ ഇതെങ്ങനെയോ ഒന്ന് വായിച്ച് കേൾപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ 1-2 പേജിലൊക്കെ ഇങ്ങനെ വായിച്ചൊക്കെ കേൾപ്പിച്ചേ. വിച്ചൂട്ടൻ 1-ലൊക്കെ ആയപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പഠിച്ചപ്പോൾ 5ാം ക്ലാസ്സിലല്ലായിരുന്നു ഹിന്ദി ഉണ്ടായിരുന്നുള്ളൂ. വിച്ചൂട്ടൻ പഠിച്ചപ്പോൾ 1 തൊട്ടുണ്ടായിരുന്നു. ദേവൂട്ടൻ ഇപ്പം UKG തൊട്ട് ഉണ്ട് കേട്ടോ. ദേവൂട്ടനെ കൊണ്ടും ഞാൻ അധികമൊന്നും നോക്കിച്ചില്ല. എല്ലാ പേജൊന്നും തുറന്ന് കാണിക്കണ്ട, ആദ്യത്തെ 1-2 പേജ് മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ അവൻ എന്നെക്കൊണ്ട് തുറപ്പിക്കത്തില്ല കേട്ടോ. ഫസ്റ്റ് പേജ് മാത്രം ഫോട്ടോ എടുത്താൽ മതി, പിന്നെ ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ അധികം അങ്ങോട്ട് ഞാനും ഫോഴ്സ് ചെലുത്തിയില്ല കാണിക്കണമെന്ന് പറഞ്ഞ്. കാരണം പിടിവലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കീറുകയും ഒക്കെ ചെയ്യത്തില്ല, പിന്നെ അഴുക്കൊക്കെ പറ്റും. അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം ഒന്ന് നോക്കി. പിന്നെ ആൾക്കൊരു ബോക്സിനകത്തായിരുന്നു ഇതെല്ലാം, ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കണ്ടതിന് ശേഷം ആൾ തന്നെ അത് അടുക്കി അതിനകത്ത് തന്നെ വെക്കുകയും ചെയ്തു. ഇനിയിപ്പം നമ്മൾ ബ്രൗൺ പേപ്പർ അങ്ങനെയുള്ള സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അതൊക്കെ ഇപ്പം എന്താണേലും വേണ്ടല്ലോ, മെയ്യിലേക്കൊക്കെ വാങ്ങിയാൽ മതിയല്ലോ. മെയ്യിൽ പിന്നെ എനിക്കൊരു നല്ല പണിയാണ് കേട്ടോ. ഇതെല്ലാം ഇരുന്ന് പൊതിഞ്ഞു കൊടുക്കണം. അത് ഒരു വലിയ ഡ്യൂട്ടിയാണ്. ഞാൻ ഒന്നിച്ച് പൊതിയാൻ വേണ്ടി ഇരിക്കില്ല. സ്കൂൾ തുറക്കുന്നതിന് കുറേ ദിവസം മുന്നേ തന്നെ കുറേശ്ശെ ഇങ്ങനെ ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് വെക്കും. അതാകുമ്പോഴത്തേന് കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ സ്കൂളൊക്കെ തുറക്കാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.